സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പൂക്കി മുഖ്യമന്ത്രിയുടെ കുറച്ച് പൂക്കിത്തരങ്ങളെ പറ്റിയാണ്. എന്തൊക്കെയായാലും എന്താ ചിരിച്ചു കാണിക്കുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാനായിട്ട് സാധിക്കും. ഒരു ചിരി മാത്രം മതിയോ? വികസനമൊന്നും വേണ്ടേ? പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചിരി മാത്രം മതി. ചിരിക്കാൻ മറന്നുപോയൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ നാട്ടിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പ്രവർത്തകനോട് വലിയ വിയോജിപ്പും വലിയ എതിർപ്പുമൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു. ഞങ്ങൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയും എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അവർ മുഖ്യമന്ത്രിയാക്കിയെടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ചിരിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പൂക്കി മുഖ്യമന്ത്രി. അങ്ങനെ ചിരിക്കാനായിട്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം സ്വഭാവം തന്നെ മറന്നുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ചിരിയാണ്. ആരെങ്കിലും ചീത്ത വിളിച്ചാലും അദ്ദേഹം ചിരിക്കും. എന്തിനും ചിരി കൊണ്ട് നേരിടാമെന്നുള്ളൊരു ഒരു ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ചിന്താഗതി. ആ ചിന്താഗതിയിൽ കൂടി അദ്ദേഹം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പകർന്നു നൽകുന്നത് ചിരി വസന്തമാണ്, അല്ലെ ചിരിയുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അദ്ദേഹം വയനാട് തുരങ്ക പദ്ധതിയെപ്പറ്റി അല്ല വയനാട്ടിലെ തുരങ്കപാതയെപ്പറ്റി അദ്ദേഹം മുൻപ് ഇടതുപക്ഷ സർക്കാർ ഒരു ചർച്ച വെച്ച സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ വെച്ച സമയത്ത് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് പശ്ചിമഘട്ട മലനിരകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ എതിർക്കും. അത് പശ്ചിമഘട്ടമല്ല ഇവരുടെ ശരിക്കുള്ള പ്രശ്നം, വികസനങ്ങളാണ് ഇവരുടെ പ്രശ്നം. ഇവർക്ക് പറയത്തക്ക വികസനങ്ങളൊന്നുമില്ല. ഇനി ഇവർക്ക് ചെയ്യാനായിട്ട് വലിയ വികസനങ്ങൾ ഈ കേരളത്തിൽ അവശേഷിക്കുന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനം ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹൃദയപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം ചെയ്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഒന്നും പാതിക്ക് വെച്ചിട്ടില്ല, എല്ലാം പൂർത്തീകരിച്ച് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. പാതിക്കായിരിക്കുന്ന വയനാട്ടിലെ കുറച്ച് വീടുകളുടെ പണികൾ മാത്രമാണ്. ഇത് ഈ പറയുന്ന പുതിയ ഭരണപക്ഷം വരുമ്പോൾ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ട് അവർക്ക് ദാനമായിട്ട് പൊതുഖജനാവിൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് ദാനമായിട്ടെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും ഉണ്ടെന്നാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്തായിരുന്നു വെച്ചിരുന്നത്? ഒന്നുമില്ലാതെ തൂത്ത് തുടച്ച് പാത്രം ഇങ്ങനെ നക്കി വടിച്ചിട്ട് പോകാന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ? ആ അവസ്ഥയിലാക്കിയിട്ടായിരുന്നു മക്കളെ പോയിരുന്നത്. അതിൽ എത്ര കോടി കടങ്ങളുണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ വന്ന സർക്കാർ വീട്ടിയിട്ട് ആ കടങ്ങൾക്ക് മുകളിൽ വീണ്ടും കടം എടുത്തുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വേണ്ടിയിട്ടും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് എന്തൊക്കെ വികസന പദ്ധതികളാണ് അവർ മുന്നിലേക്ക് വെച്ചത്. പദ്ധതികൾ മാത്രമായിരുന്നില്ല, ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. വെറും വാക്ക് പറഞ്ഞ് കയ്യടി മേടിക്കാനും വെറും വാക്ക് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാവാനും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയ്യടി മേടിക്കാനും ഒന്നും ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചില്ല. അവർ വികസനങ്ങളിൽ ഊന്നിയൊരു രാഷ്ട്രീയമായിരുന്നു, അല്ലെങ്കിൽ വികസനങ്ങളിൽ ഊന്നിയൊരു പ്രവർത്തനമായിരുന്നു കേരളത്തിൽ കാഴ്ചവെച്ചത്. വികസനങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയതിന് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യാമെന്നുള്ളൊരു നിലപാടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പാർട്ടിയിലുള്ള മെമ്പേഴ്സിനും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനടക്കമുള്ള ആളുകൾക്ക്. ആ ഒരു ഉറച്ച നിശ്ചയദാർഢ്യത്തിൻ്റെ പിന്നാലെ തന്നെ, അല്ലെ ഒരു ഉറച്ച നിശ്ചയദാർഢ്യത്തിൻ്റെയും കൃത്യനിഷ്ഠതയുടെയും ഒക്കെ ആ ഒരു ഉറപ്പ് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കേരളത്തിനെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ പടുത്തുയർത്താനായിട്ട് അവർക്ക് സാധിച്ചത്. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടിട്ട് പോയി എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ആ തറക്കല്ല് മാത്രം പോരല്ലോ ഈ ഒരു പണിക്ക് വേണ്ടിയിട്ട്. നിങ്ങളും തറക്കല്ലിട്ടിട്ടില്ലേ വയനാട്ടിലെ ആ ഒരു ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ട്? 2024 ഈ മഹാദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ നിങ്ങൾ വന്ന് പറഞ്ഞത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞത്, ഈ വീടുകൾ ഞങ്ങൾ ഉടനെ നിർമ്മിച്ച് നൽകും, 8 ലക്ഷം രൂപ വില വരുന്ന വീടുകളാണ് ഞങ്ങൾ പണിത് നൽകാൻ പോകുന്നത്. ആ വീടുകൾ ഇടതുപക്ഷ സർക്കാർ പണിത് കൊടുക്കുന്ന വീടുകൾക്ക് മുൻപേ ഞങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോഴും ആ കല്ല് അടിപൊളിയായിട്ട് അവിടെ കിടപ്പുണ്ട്. അന്നിട്ട കല്ല് നല്ല കിടിലമായിട്ട് നല്ല മഴയൊക്കെ പെയ്ത് ഉരുണ്ട് നല്ല കളറിലും നല്ല ഷേപ്പിലൊക്കെ അവിടെ കിടപ്പുണ്ട്. വീടുണ്ടോ? വീടില്ല. പറയുമ്പോൾ വീടുണ്ട്, ഇഷ്ടം പോലെ വീടുണ്ട്. പറയുമ്പോൾ ഇങ്ങനെ 100 വീടുകളും പൂർത്തിയായിട്ട് അവിടെ ആളുകൾ താമസിച്ചു തുടങ്ങി. എന്നാൽ കല്ലുണ്ടോയെന്ന് ചോദിച്ചാൽ കല്ല് മാത്രമേ അവിടെ കിടപ്പുള്ളൂ. ശരിക്കും ഒരു വലിയൊരു ഗ്രൗണ്ടിൽ, ഒരു വലിയൊരു മൈതാനത്തിൽ കുറേ കല്ലുകൾ മാത്രം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ ജനങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കുറച്ച് ഉറുമ്പുകൾക്ക് വേണമെങ്കിൽ കല്ലിനടി വന്ന് നിൽക്കാം. ആ ഉറുമ്പുകൾ വയനാട്ടിലെ ഉറുമ്പുകളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞ് ആത്മ ഒരു സംതൃപ്തി നേടാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ വയനാട് വിഷയത്തിൽ അന്ന് വി.ഡി. സതീശൻ എടുത്ത നിലപാടും ഇന്ന് വി.ഡി. സതീശൻ്റെ മലക്കം മറിയലും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പരക്കെ ഒരു സംസാരമുള്ളത് വി.ഡി. സതീശൻ്റെ പേര് നുണയശൻ എന്നാണെന്നൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞത്, ഞാനങ്ങനെ പറയില്ല എന്ന് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് അതൊക്കെ ജനങ്ങളുടെ ഒരു അവർ ചിന്തിക്കുന്ന രീതിയാണല്ലോ. ശരിക്കും ഒരു നുണയശനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടുകളുടെ രാജകുമാരൻ്റെ തന്നെ നിലപാട് മാറ്റമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിലപാട് മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ കൈരളി ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണ്. ആഹാ, എന്താ നിലപാട്! വയനാട് തുരങ്കപാതയെ കണ്ണടച്ച് എതിർത്ത വി.ഡി. സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈരളി ന്യൂസ് ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം.
ടണൽ പ്രോജക്ട്, വയനാട് തുരങ്കം, ഇതൊരു പുച്ഛമാണല്ലേ? കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്ട്. വയനാട്ടിൽ പെട്ടെന്നെത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട്, അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, സംശയമില്ല. ഈ ടണൽ പ്രോജക്ട് പശ്ചിമഘട്ട മലനിരകളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇങ്ങനെ ടണൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ തുരങ്കപാത നടത്താൻ സമ്മതിക്കില്ല. അതാണ് പറഞ്ഞത്. അതിനെയാണ് കട്ട് ചെയ്ത് തുരങ്കപാത സമ്മതിക്കില്ല എന്ന് ആക്കിയത്. ഏത് സോഷ്യൽ മീഡിയയിലെ മാനിപ്പുലേഷൻ ആണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ വയനാട് പോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കാമോ? പാടുവോ? പിന്നെ ഒരു ഗവൺമെന്റ് എന്ന് വെച്ചാൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോ കണ്ടിന്യൂവേഷൻ ആണ്. തുടങ്ങി വെച്ച പദ്ധതികൾ വഴിയിൽ ഉപേക്ഷിച്ച് കാശുകളായിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്തെങ്കിലും വിമർശനം ഉയർത്തിയിരുന്നെങ്കിൽ ആ വിമർശനം കാര്യഗൗരവത്തോടു കൂടിയുള്ള വിമർശനമാണ്. അത് പരിശോധിച്ച് വേണ്ട രീതിയിൽ നിലപാടുകളുടെ രാജകുമാരൻ, നിലപാടുകളെ എല്ലാം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിലപാടുകൾക്കൊപ്പം മാത്രം ജീവിക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന നല്ല വിഷനുള്ളൊരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ മലക്കം മറിയലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും വന്ന് പറയുന്നുണ്ട്, നീ പണ്ടെങ്ങോ നടന്ന കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ഈ നാട്ടിൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നീ പറയുന്നത്, വ്യാജ വാർത്തയാണ് നീ പടച്ചുവിടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ നമ്മളൊരു മാധ്യമ ചാനലൊന്നുമല്ല. നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ അല്ലെങ്കിൽ അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനലുമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമ്പാർ അവിയൽ എന്നൊരു പേരും നമ്മൾ ഇതിന് ഇട്ടിട്ടുള്ളത്. ആ പേര് പലർക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. മേ ബി നമ്മൾ ഉടനെ തന്നെ ഒരു ചാനലിൻ്റെ പേര് മാറ്റാനായിട്ടുള്ളൊരു ശ്രമത്തിലേക്ക് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ നാട്ടിൽ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ഏതവൻ കാണിച്ചാലും നമ്മൾ തുറന്നടിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത് ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് പറയുന്നതിന് തുല്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ടല്ലേ? എൻ്റെ ഉള്ളിലും കമ്മ്യൂണിസം ഉണ്ട്. അതൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഊന്നി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കമ്മ്യൂണിസം അല്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ കൺമുൻപിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അത് ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും എല്ലാവരുടെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസം ഉണ്ട്. അത് ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരു പട്ടം ചാർത്തി തരികയാണെന്നുണ്ടെങ്കിൽ, അന്തം കമ്മി എന്നൊരു പട്ടം ചാർത്തി തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്നേഹത്തോടെ ആദരവോടുകൂടി തന്നെ സ്വീകരിക്കും. കാരണം അഭിമാനം മാത്രമേ ഉള്ളൂ. അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഈ ഒരു പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. നന്ദികെട്ട ഒരുപാട് ആളുകളുണ്ട്. വോട്ട് മാറ്റി കുത്തിയ നന്ദികെട്ട കുറേ വൃത്തികെട്ട ആളുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് മെഴുകുന്ന കുറേ വൃത്തികെട്ട ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ഒഴികെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ല അവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും ഈ കേരളത്തിലുണ്ട്. എന്തായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടിയും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും ചെയ്തതെന്ന് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് ധാരണയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകൾ മാത്രം കണ്ടാൽ മതിയെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണണമെന്നേ ഇല്ലെന്നേ. അപ്പോൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്നും ഈ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകളുടെ നുണപ്രചരണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ നുണകൾ കൊണ്ട് ഇവർ കെട്ടിക്കൂട്ടുന്ന ഒരു കോട്ട അത് എത്ര നാൾ നിലനിൽക്കുമെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ എത്രയൊക്കെ മൂടി വെച്ചുകൊണ്ട്, സത്യത്തിനെ മൂടി വെച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മെഴുകിക്കൊണ്ട് പല കഥകൾ അടിച്ചിറക്കിയാലും ഈ നാട്ടിൽ എന്തായിരുന്നു നടന്നതെന്നും ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ആ ജനങ്ങളെ ബോധവൽക്കരണം നടത്താനും ഒക്കെ ഞങ്ങളൊരു വീഡിയോയുമായിട്ട് തന്നെ വരും. മനസ്സിലാവുന്ന ആളുകൾ മനസ്സിലാക്കും, മനസ്സിലാവാത്ത ആളുകൾ മനസ്സിലാക്കാതെ ഒരു സൈഡിൽ ഇരുന്ന് കുരച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുരയ്ക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതറിയാവുന്ന, ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഈ ന്യൂ ജനറേഷനിൽ പെട്ട പിള്ളേരാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം പ്രായത്തിന് നല്ല പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെയാണ്. നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ആവേണ്ട പ്രായമുള്ള ആളുകളാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്താണ് കമ്മ്യൂണിസം എന്ന്, എന്തായിരുന്നു ഇടതുപക്ഷം ഈ നാട്ടിൽ ചെയ്തതെന്ന്. ആ വികസനങ്ങളെല്ലാം അവർക്ക് കിട്ടിയിട്ടുള്ള വികസനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടിയിട്ടുള്ള പരിഗണനകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നുണേശൻ്റെയും സംഘത്തിൻ്റെയും നുണപ്രചരണങ്ങളെല്ലാം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, പുതിയ നുണകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് വരെ, ഓക്കെ ബൈ.